നഫ്സിന്റെ ശാസ്ത്രം. ഇതൊരു ശൈത്താനി അഥവാ പൈശാചിക അണുവാണ്. പൊക്കിലാണ് ഇതിന്റെ വാസസ്ഥലം. സകല നബിമാരും ഔലിയാക്കളും നഫ്സിന്റെ ഉപദ്രവത്തെ തൊട്ട് അഭയം തേടിയിട്ടുണ്ട്. എല്ലുകളിലും കൽക്കരിയിലും ചാണകത്തിലും മറ്റും കാണപ്പെടുന്ന ഫോസ്ഫറസും ദുർഗന്ധവുമാണ് ഇതിന്റെ ഭക്ഷണം. എല്ലാ മതങ്ങളും ലൈംഗിക ബന്ധത്തിനു ശേഷം കുളിക്കുവാൻ കൽപ്പിച്ചിട്ടുണ്ട്. ലൈംഗിക പ്രവർത്തന സമയങ്ങളിൽ ചർമ്മസുഷിരങ്ങൾ വഴി ദുർഗന്ധം പുറത്തേക്ക് പ്രവഹിക്കുന്നത് കൊണ്ടാണിത്. ദുർഗന്ധമുള്ള പാനീയങ്ങളും ദുർഗന്ധമുള്ള മൃഗങ്ങളുടെ മാംസവും വിലക്കിയിട്ടുണ്ട്. അസൽ ദിനത്തിൽ അഥവാ സൃഷ്ടിയുടെ പ്രാരംഭഘട്ടത്തിൽ അള്ളാഹുവിന്റെ മുമ്പിലുണ്ടായിരുന്ന ധാതു ആത്മാക്കൾ വരെയുള്ള സകല ആത്മാക്കളും പരസ്പരം പരിചയപ്പെടുകയും ഒന്നിക്കുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ അവനിലുള്ള ധാതു ആത്മാവിനാൽ പ്രേരിതനായി കല്ലുകൾ കൊണ്ട് വീടുകൾ നിർമ്മിച്ചു. അവനിലുള്ള സസ്യ ആത്മാവിനാൽ പ്രേരിതനായി അവൻ മരങ്ങളുടെ തടി കൊണ്ട് വീടുകൾക്ക് മേൽക്കൂരകൾ ഉണ്ടാക്കി. വൃക്ഷങ്ങളുടെ തണുത്ത തണലിലും അവൻ പ്രയോജനം കണ്ടെത്തി. വൃക്ഷങ്ങൾ അവന് ശുദ്ധമായ ഓക്സിജൻ പ്രദാനം ചെയ്തു. പിന്നിലെ നിരയിലുണ്ടായിരുന്ന മൃഗാത്മാക്കൾ ഭൂമിയിൽ മൃഗങ്ങളായി മാറുകയും മനുഷ്യന് ഭക്ഷിക്കുവാൻ ഹലാലായി നിശ്ചയിക്കപ്പെടുകയും ചെയ്തു. ഇതുകൂടാതെ ഈ വിഭാഗത്തിലെ പക്ഷികളെയും ഭക്ഷിക്കുന്നതിന് ഹലാലാക്കി. ഇടതുവശത്താകട്ടെ ജിന്നുകളും ദുരാത്മാക്കളും അഥവാ സിഫലി മുഅക്കിലാത്ത്, അതിനു പിന്നിലായി ദുഷ്ടാത്മാക്കളും അഥവാ ഈവിൾ സ്പിരിറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ദുഷ്ടാത്മാക്കൾ അവസാനം അള്ളാഹുവിന്റെ ശത്രുക്കളായി മാറി. ദുഷ്ടാത്മാക്കളുടെ പിന്നിലായി കാണപ്പെട്ട മൃഗ, സസ്യ, ധാതു ആത്മാക്കളിൽ മനുഷ്യനോട് ശത്രുത വളർന്നു. ഹസ്രത്ത് റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി അവറുകളുടെ ദീനിലാഹി എന്ന ഈ ദിവ്യഗ്രന്ഥം ലഭിക്കാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.